ആദിലയും നൂറയും അനുമോളുമാണ് ആ ബെഡിൽ കിടക്കുന്നത്. അനുമോൾ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ആതിരയും നൂറയും സംസാരിക്കുന്നത് മൊത്തം പുറത്തോട്ട് പോകാൻ വേണ്ടി സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവർ തമ്മിൽ സംസാരിക്കുന്നതാണ്, പക്ഷേ അത് തമ്മിലുള്ള ഒരു കാര്യമാണെന്നേ തോന്നത്തില്ല. അങ്ങനത്തെ ഒരു സംസാരം ശൈലിയും കാര്യങ്ങളൊക്കെയാണ് അവർ. എല്ലാം പുറത്തോട്ടാണ്, പുറത്തുള്ള ജനങ്ങൾ അറിയണം, അതാണ് അവരുടെ ഉദ്ദേശം. ഈ വീഡിയോയുടെ അവസാനം വരെ അനുമോൾ ഒന്നും മിണ്ടുന്നില്ല, കേട്ടുകൊണ്ട് കിടക്കുന്നതല്ലാതെ ഒന്നും മൂളിയിട്ട് പോലും ഇല്ല അനുമോൾ. ആദില പറയാണ്, ഞാൻ പുറത്തു പോകാൻ പ്രിപ്പയർഡ് ആയിരുന്നു, പുറത്തു പോയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് ആദില പറയാണ്. ഇവിടുന്ന് പോയ ആൾക്കാരെല്ലാവരും മോശക്കാരോ നല്ലവരല്ലാത്തവരോ ഒന്നുമല്ല, എല്ലാത്തിനും ഒരു ടൈമുണ്ടല്ലോ എന്ന് ആദില പറയുന്നത്. അപ്പം നൂറ പറയുന്നത്, എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ട് ദാസാന്ന്. അതങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ ഉണ്ടാവില്ല കേട്ടോ. പോകണം, നമ്മൾ ഇതിനകത്തിരിക്കാനല്ലല്ലോ വന്നത്, പുറത്തു പോകണം. അപ്പം നൂറ പറയുന്നത്, നമ്മളെയൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ ഇറക്കി വിടാൻ കാത്തു നിൽക്കുകയാണെന്ന്. മനസ്സിലുണ്ടായാൽ മതി, നമ്മൾ കൊടുക്കുന്നത് നമ്മളെ തേടി വരും, അങ്ങോട്ട് കൊടുക്കുന്നത് 10 മടങ്ങായിട്ട് നമുക്ക് തിരിച്ച് വരും. നമ്മളാരെയും ദ്രോഹിക്കണം എന്നുള്ള മൈൻഡ് സെറ്റുമായിട്ട് വന്നവരാരുമല്ല. അങ്ങനെ നിൽക്കുന്നവർ എന്തോരം പേര് ഇവിടെ ഉണ്ട്. ആദില പറയാണ്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല, ആരെക്കുറിച്ചാണ് പറയുന്നത്, ഇതെല്ലാം പുറത്തോട്ട് വിടുവാണെന്നാണ് തോന്നുന്നത്. ആരും വിജയിക്കാൻ പാടില്ല, ആരെയും ജയിക്കാൻ അനുവദിക്കാത്തത്, മറ്റുള്ളവർ സന്തോഷിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളവരിവിടെ ഉണ്ട്, അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരൊക്കെ ഉണ്ട്. അതിലൊന്നും നമ്മൾ പെടുന്നില്ലല്ലോ എന്ന്. അതാണ് നൂറ പറയുന്നത്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ആദില അനുമോളോട് പറയാണ്, നീ ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് ഫൈനൽ 5 വരണമെന്നൊക്കെ ഉള്ളതിൽ നിനക്ക് നിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട്. നിനക്ക് നല്ല ഫെയിം കിട്ടണം, നല്ല വർക്കുകൾ കിട്ടണമെന്നൊക്കെയാണ്, നീയാണ് വീട്ടുകാരെ നോക്കുന്നത്. അപ്പം നൂറ പറയാണ്, ഇവളാണ് വീട്ടുകാരെ നോക്കുന്നത്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ടാൽ അടുത്ത ഫ്ലാറ്റ് നോക്കണം. പൈസയുടെ കാര്യം അങ്ങനെ, പിന്നെ കടമുണ്ട്, നമുക്ക് കയറി കിടക്കാൻ ഒരിടം നമ്മൾ പൈസ കൊടുത്ത് ഇതാക്കുക. ഇത് ആദില പറയുമ്പം നൂറ പറയുന്നത്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാത്രമാണ് നോക്കേണ്ടത്. നമുക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, ആ ജോലി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഒരു ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ വന്നാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കുക. അനുമോളോട് പറയാം. അനുമോൾ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഇവരെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കുന്നതല്ലാതെ ഒന്നും അനുമോൾ സംസാരിക്കുന്നില്ല. അനുമോൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇവർ പറയുന്നത് മൊത്തം പുറത്തോട്ടാണെന്ന്. അല്ലെങ്കിൽ ഇപ്പം ഇതൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താ? ഒരു കാര്യമില്ലാതാണ് ഈ ഒരു ചർച്ച വരുന്നത്. എത്രയോ മലയാളികൾ അറിയാം, മലയാളം അറിയാത്തവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ എക്സ്പീരിയൻസ് ലൈഫിൽ യൂസ് ചെയ്യാം, മുന്നോട്ട് പോകാം, അത്ര തന്നെ. അതിൽ പറയുകയാണ്, ഇവിടുത്തെ പാറ്റേൺ നിനക്ക് അറിയാമല്ലോ എന്ന് നൂറയോട് പറയുന്നത്. അപ്പോൾ നൂറ യെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് നിന്നാൽ മതി എന്ന് ആദില പറഞ്ഞു കൊടുക്കുന്നത്. ആദില നൂറയോട് പറയുന്ന കേട്ടാൽ നാളെ എവിക്റ്റായി പോകുന്ന മാതിരിയാണ് പറയുന്നത്. അപ്പം നൂറ പറയുന്ന, നമ്മുടെ കൺമുമ്പിലുണ്ട് ജയിക്കുന്ന ആളെന്ന്. അപ്പോൾ ആദില പറയുന്നത്, എന്തെങ്കിലും ആവട്ടെന്നേ. അപ്പം നൂറ പറയുന്നത്, നമുക്ക് നമ്മുടെ മാക്സിമം എഫോർട്ട് കൊടുക്കാം, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ബേജാറായിട്ട് കാര്യമില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് 2 പേരും ഇത് പറയുന്നത്. വോട്ടിംഗ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാം, ജനങ്ങൾ തീരുമാനിക്കും. ഒരു ഇത്തിരി വ്യത്യാസത്തിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നത്. അതൊക്കെ ഒരു ഭാഗ്യത്തിൻ്റെ സംഭവമാണ്, അല്ലാതെ ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ നമ്മളിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ ഒന്നും ആയിരിക്കത്തില്ലെന്ന് ആദില പറയുന്നു. എന്തുണ്ടായെന്നല്ല ആലോചിക്കേണ്ടത്, ഇനി എന്താണ് നീ കാണിക്കാൻ പോവേണ്ടതെന്നാണ് നീ ആലോചിക്കേണ്ടതെന്ന് നൂറയോട് പറയുന്നു. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അനുമോൾ ഒന്നും മിണ്ടുന്നില്ല. അനുമോൾക്ക് ഏകദേശം മനസ്സിലായി ഇവർ സംസാരിക്കുന്ന പുറത്തോട്ടാണ്, അല്ലാതെ ഒരു വാലും ചെയ്യലും ഇല്ലാതാണ് സംസാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട്